മഹാവിഷ്ണുവിന്റെ 24 അവതാരങ്ങൾ. ഹിന്ദു ഗ്രന്ഥങ്ങളിൽ നന്മയുടെ മേൽ തിന്മ വിജയിക്കുമ്പോഴോ, അന്ധകാരം വെളിച്ചം സത്യം ഏറ്റെടുക്കുമ്പോഴോ അല്ലെങ്കിൽ നീതിയുടെ മേൽ അനീതി വാഴുമ്പോഴോ ധർമ്മം നീതി പുനഃസ്ഥാപിക്കുന്നതിനായി മഹാവിഷ്ണു ഭൂമിയിൽ ജനിക്കുമെന്ന് പരാമർശിക്കപ്പെടുന്നു. ഭഗവാൻ വിഷ്ണുവിന്റെ ഈ രൂപങ്ങൾ ആദ്യം ഭഗവദ്ഗീതയിൽ പരാമർശിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ വിഷ്ണു ഭൂമിയിൽ 24 അവതാരങ്ങളെടുത്തു, തിന്മക്കെതിരെ പോരാടാനും ആളുകളെ ശരിയായ പാതയിലേക്ക് നയിക്കാനും. 1. ആദിപുരുഷ്. മഹാവിഷ്ണുവിന്റെ ആദ്യവും പ്രാഥമികവുമായ അവതാരമാണ് ആദിപുരുഷൻ. ഭഗവാൻ നാരായണൻ എന്നും അറിയപ്പെടുന്ന അദ്ദേഹം സർപ്പത്തിന്റെ ചുരുളുകളിൽ കിടക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളുടെയും ഉറവിടം അവനാണ്. സർവശക്തൻ, അവന്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ് വസിക്കുന്ന താമര മുളക്കുന്നത്. ഹിന്ദു പുരാണങ്ങളനുസരിച്ച് അവൻ മഞ്ഞ വസ്ത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. 4 കൈകളും ഒരു കൈയിൽ സുദർശന ചക്രവുമുണ്ട്. ശേഷ്നാഗ് എന്ന സർപ്പത്തിന്റെ ചുരുളുകളിൽ അവൻ ഉറങ്ങുന്നു. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ പ്രധാന സ്രോതസ്സായി വിഷ്ണു കണക്കാക്കപ്പെടുന്നു. 2. 4 കുമാരന്മാർ. ബ്രഹ്മാവ് സൃഷ്ടിച്ച ആദ്യത്തെ 4 ബോധജീവികളാണ് 4 കുമാരന്മാർ. സനക, സനാതന, സനന്ദന, സനത് കുമാര എന്നിങ്ങനെ പേരുള്ള അവർ ശിശുക്കളെപ്പോലെ പ്രത്യക്ഷപ്പെട്ടു. ജീവന്റെ സൃഷ്ടിയിൽ ബ്രഹ്മാവിനെ സഹായിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഭാഗവത പുരാണം അവരെ മഹാവിഷ്ണുവിന്റെ അവതാരമായി പരാമർശിക്കുന്നു. 3. നാരദൻ. നാരദൻ ബ്രഹ്മാവിന്റെ പുത്രനും മഹാവിഷ്ണുവിന്റെ വലിയ ഭക്തനുമാണ്. കൈകളിൽ ഒരു കർത്താലും തമ്പുരുവുമുള്ള ഒരു മുനിയുടെ രൂപത്തിലാണ് അദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. മണ്ഡലങ്ങൾക്കിടയിൽ നിമിഷങ്ങൾക്കുള്ളിൽ സഞ്ചരിക്കാൻ നാരദന് ഈ പ്രത്യേക കഴിവുണ്ട്. ഒരു കഥാകൃത്തും സംഗീതജ്ഞനുമായ അദ്ദേഹം പലപ്പോഴും ദൈവങ്ങളുടെ സന്ദേശവാഹകനായും ആദ്യത്തെ പത്രപ്രവർത്തകനായും കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തെ എല്ലാ ഋഷിമാരുടെയും രാജാവ് എന്നും വിളിക്കുന്നു, അതായത് മുനി രാജാവ്. ഭൂതവും വർത്തമാനവും ഭാവിയും കാണാനുള്ള കഴിവ് അദ്ദേഹത്തിന് ലഭിച്ചു. ഹിന്ദു വൈഷ്ണവത്തിൽ മഹാവിഷ്ണുവിന്റെ അവതാരമായാണ് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത്. 4. നരനാരായണ. മഹാവിഷ്ണുവിന്റെ 2 ഋഷി അവതാരങ്ങളാണ് നരനും നാരായണനും. ഭൂമിയിൽ സത്യം, നീതി, ധർമ്മം, ധർമ്മത്തിന്റെ മറ്റ് ഘടകങ്ങൾ എന്നിവ ഉറപ്പാക്കാനാണ് അവർ ജനിച്ചത്. ശിവന്റെ വിനാശകരമായ ആയുധമായ പാശുപാസ്ത്രത്തെ അവരുടെ ധ്യാനത്തിലൂടെ പരാജയപ്പെടുത്താൻ സഹോദരന്മാർ ശക്തരായിരുന്നു. 5. കപില. ഹിന്ദു പുരാണങ്ങളനുസരിച്ച് കപിലയെ മഹാവിഷ്ണുവിന്റെ അവതാരമായി വിശേഷിപ്പിക്കുന്നു. തന്റെ പഠിപ്പിക്കലിലൂടെ ധർമ്മത്തിന്റെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനായി അദ്ദേഹം ഭൂമിയിൽ ജനിച്ചു. അദ്ദേഹം സാങ്ക്യ സ്കൂൾ ഓഫ് ഫിലോസഫി സ്ഥാപിച്ചതായി പറയപ്പെടുന്നു. സ്രോതസ്സുകളുടെ ധാരണ, അനുമാനം, സാക്ഷ്യം എന്നിവ ഉൾപ്പെടുന്ന അറിവ് നേടുന്നതിനുള്ള സൂത്രവാക്യമാണ് സാങ്ക്യ. 6. ദത്താത്രേയനെ സേവിക്കുന്നതിലൂടെ അനസൂയ തന്റെ ആത്മീയ ശക്തി പ്രാപിച്ചു. അവളുടെ ഭർത്താവ് ധ്യാനത്തിലായിരുന്നു, അവൻ ഒരു വലിയ സന്യാസിയായിരുന്നു. അവനെ സേവിക്കുന്നതിലൂടെ അവൾക്ക് വലിയ ശക്തികൾ ലഭിച്ചു. ദേവന്മാർ അനസൂയയോട് അസൂയപ്പെട്ടുവെന്നും അവളുടെ ആത്മീയ ശക്തി പരീക്ഷിക്കാൻ അവർ ആഗ്രഹിച്ചുവെന്നും കഥ പറയുന്നു. അങ്ങനെ അവർ ത്രിമൂർത്തികളെയും ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശിവനെയും സമീപിച്ചു ഭൂമിയിൽ വന്ന് ഈ സ്ത്രീയുടെ ശക്തി പരീക്ഷിച്ചു. അലഞ്ഞുതിരിയുന്ന 3 സന്യാസിമാരായാണ് അവർ വന്നത്. നമ്മുടെ പാരമ്പര്യത്തിൽ ആരെങ്കിലും വീട്ടിൽ വന്നാൽ അവർക്ക് ഭക്ഷണം നൽകണം. അനസൂയ വീട്ടിൽ തനിച്ചായിരുന്നു, അത്രി കുളിക്കാൻ നദിയിൽ പോയതായിരുന്നു. ഭർത്താവ് ഇല്ലാതിരിക്കുകയും ഭാര്യ തനിച്ചായിരിക്കുകയും ചെയ്തപ്പോൾ ഭക്ഷണം ചോദിച്ച് അലഞ്ഞുതിരിയുന്ന സന്യാസിമാരായാണ് അവർ വന്നത്. അവർ അവളോട് ചോദിച്ചു, ഞങ്ങൾക്ക് വിശക്കുന്നു, ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം വിളമ്പാമോ? അവൾ ആ സമയത്ത് വീട്ടിൽ ഭക്ഷണമൊന്നും തയ്യാറാക്കിയിരുന്നില്ല. അവൾ പറഞ്ഞു, ദയവായി കാത്തിരിക്കൂ, ഞാൻ എന്തെങ്കിലും തയ്യാറാക്കി തരാം. അവർ പറഞ്ഞു, പക്ഷേ ഞങ്ങൾക്കൊരു നിബന്ധനയുണ്ട്. ഉടുതുണിയില്ലാതെ പൂർണ്ണ നഗ്നരായി നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പണം. നമ്മുടെ പാരമ്പര്യത്തിൽ ഒരു സന്യാസി എന്തെങ്കിലും ചോദിച്ചാൽ അത് നിഷേധിക്കുന്നത് നല്ലതല്ല. ഇല്ല എന്ന് പറയുന്നത് അശുഭകരമാണ്. അപ്പോൾ അവൾ ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു. അവൾ ഇതെങ്ങനെ ചെയ്യും? ആദ്യം അവൾ അവർക്ക് ഭക്ഷണം നൽകണം, രണ്ടാമത് അവരുടെ അവസ്ഥ അനുസരിക്കണം, നഗ്നയായി വിളമ്പണം. അത് അവൾക്ക് അസ്വീകാര്യമായിരുന്നു. അതിനാൽ അവൾ പറഞ്ഞു, ദയവായി കാത്തിരിക്കൂ. അവൾ അകത്തേക്ക് പോയി കൈയിൽ കുറച്ച് വെള്ളമെടുത്തു കൊണ്ടുവന്ന് അവരുടെ മേൽ തളിച്ചു. അതേ നിമിഷം അവർ ചെറിയ കുഞ്ഞുങ്ങളായി. അവൾ കുറച്ച് മുലപ്പാൽ ഉത്പാദിപ്പിക്കുകയും അവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു. എല്ലാ നിബന്ധനകളും നിറവേറ്റിയതിനാൽ അവർ വളരെ സന്തോഷിച്ചു. തൃപ്തനായ ത്രിദേവൻ, നിന്റെ ഉദരത്തിൽ നിന്ന് ഞങ്ങൾ 3 പേരും പുത്രന്മാരായി ജനിക്കുമെന്ന ഒരു വരം നൽകി. അപ്പോൾ ബ്രഹ്മാവിന്റെ ഭാഗത്തുനിന്ന് ചന്ദ്രനും ശങ്കരന്റെ ഭാഗത്തുനിന്ന് ദുർവാസനും വിഷ്ണുവിന്റെ ഭാഗത്തുനിന്ന് ദത്താത്രേയനും ജനിച്ചു. തിരികെ വന്ന അത്രിക്ക് സംഭവിച്ചതെല്ലാം മനസ്സിലായി. അവൻ വളരെ സന്തോഷവാനായിരുന്നു. ദത്താത്രേയൻ എന്ന് നമ്മൾ വിളിക്കുന്ന മകൻ. അത്രി പറഞ്ഞു, ഈ മകൻ ഒരുനാൾ ലോകത്തെ നയിക്കും. 7. യജ്ഞം. യജ്ഞമെന്ന നിലയിൽ ഹിന്ദുബലി ആചാരമായ യജ്ഞത്തിന്റെ മൂർത്തിഭാവമാണ് വിഷ്ണു. സ്വയംഭുവ മനുവിന്റെ യുഗമായ സ്വയംഭുവ മന്വന്തരത്തിലെ ഇന്ദ്രൻ കൂടിയാണ് അദ്ദേഹം. ഭാഗവത പുരാണം, ദേവീഭാഗവത പുരാണം, ഗരുഡപുരാണം എന്നിവ യജ്ഞത്തെയോ ശംഭുവെയോ വിഷ്ണുവിന്റെ അല്ലെങ്കിൽ ആദിനാരായണന്റെ അവതാരമായി പട്ടികപ്പെടുത്തുന്നു.
വൈഭവ അവതാരങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന 14 പ്രധാന മന്വന്തര അവതാരങ്ങളിലൊന്നായി യജ്ഞത്തെ തരംതിരിച്ചിരിക്കുന്നു. യജ്ഞത്തെ വിഷ്ണുവിന്റെ കൽപ്പാവതാരമായും തരംതിരിച്ചിട്ടുണ്ട്. യജ്ഞൻ പ്രജാപതി രുചിയുടെയും സ്വയംഭുവ മനുവിന്റെ മകളായ അകുട്ടിയുടെയും മകനാണ്. ആദ്യമനു. സ്വയംഭുവ മനുവിന്റെ കാലത്ത് സ്വർഗരാജാവും ദേവരാജാവുമായി യോഗ്യനായ ഇന്ദ്രനുണ്ടായിരുന്നില്ല. അങ്ങനെ വിഷ്ണു യജ്ഞമായി അവതരിച്ചു, ഇന്ദ്രപദവി വഹിച്ചു. ഭാഗവത പുരാണത്തിൽ രുചി തന്റെ ഭാര്യയായ അകുട്ടിയിൽ നിന്ന് ഒരു മകനെയും ഒരു മകളെയും ജനിപ്പിച്ചു. ആകുട്ടിയിൽ ജനിച്ച 2 കുട്ടികളിൽ ആൺകുട്ടി നേരിട്ട് വിഷ്ണുവിന്റെ അവതാരമായിരുന്നു. അവന്റെ പേര് യജ്ഞം എന്നായിരുന്നു. അത് വിഷ്ണുവിന്റെ മറ്റൊരു പേരാണ്. വിഷ്ണുവിന്റെ നിത്യപത്നിയായ ഭാഗ്യദേവതയായ ലക്ഷ്മിയുടെ ഭാഗിക അവതാരമായിരുന്നു പെൺകുഞ്ഞ്. സ്വയംഭുവ മനു വളരെ സന്തോഷത്തോടെ യജ്ഞൻ എന്ന സുന്ദരനായ ആൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവന്റെ മരുമകനായ രുചി മകളായ ദക്ഷിണയെ അവനോടൊപ്പം പാർപ്പിച്ചു. പിന്നീട് യജ്ഞൻ ദക്ഷിണയെ വിവാഹം കഴിച്ചു. 12 പുത്രന്മാരുണ്ടായി. ഈ 12 ദേവന്മാരെ യമങ്ങൾ എന്ന് വിളിക്കുന്നു. യജ്ഞന്റെ ജനനത്തിനുശേഷം അദ്ദേഹം തന്റെ പിതാമഹനായ സ്വയംഭുവ മനുവിന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. യജ്ഞത്തതിന്റെയും ദക്ഷിണയുടെയും പുത്രന്മാർക്ക് തോഷ, പ്രദോഷ, സന്തോഷ, ഭദ്ര, ശാന്തി, ഇടസ്പതി, ഇദ്മ, കവി, വിഭു, സ്വഹ്ന, സുദേവ, രോചന എന്നിങ്ങനെ പേരുകളുണ്ട്. അവരെ കൂട്ടമായി തുഷിത ദേവന്മാർ എന്ന് വിളിക്കുന്നു. പിന്നീടുള്ള യജ്ഞം ഇന്ദ്രനാകുമെന്ന് വിവരിക്കുന്നു. അദ്ദേഹം നിരവധി യാഗങ്ങൾ അനുഷ്ഠിച്ചതായി ഗരുഡപുരാണം പറയുന്നു. വിഷ്ണുപുരാണത്തിലെ മറ്റൊരു ശൈവകഥ, ദക്ഷന്റെ യാഗം നശിപ്പിക്കുന്ന സമയത്ത് യാഗത്തിന്റെ അധിപനായ യജ്ഞൻ ഒരു മാനിനെപ്പോലെ രക്ഷപ്പെടുകയായിരുന്നു. ശിവന്റെ ഉഗ്രമായ അവതാരമായ വീരഭദ്രൻ യജ്ഞത്തതിന്റെ ശിരസ് ഛേദിച്ചു. ഹരിവംശത്തിലെയും ലിംഗപുരാണത്തിലെയും പിന്നീടുള്ള വിവരണങ്ങൾ മൃഗശീർഷ രാശിയുടെ ഉത്ഭവവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. സൃഷ്ടാവായ ബ്രഹ്മാവ് മാൻതലയുള്ള യജ്ഞത്തെ മൃഗശീർഷമായി ഗ്രഹമണ്ഡലത്തിലേക്ക് ഉയർത്തി. 8. ഋഷഭം. ഋഷഭൻ ഒരു പ്രബോധകനും ആത്മീയ നേതാവുമായിരുന്നു. ജൈനമതത്തിന്റെ സ്ഥാപകനായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. ജനനമരണ ചക്രത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടുവെന്നും മോക്ഷത്തിന്റെ പാതയിലേക്ക് ആളുകളെ നയിക്കാറുണ്ടെന്നും വിശ്വസിക്കപ്പെട്ടു. മഹാരാജാവ് നവേലിക്ക് കുട്ടികളില്ലായിരുന്നു. ഇക്കാരണത്താൽ അദ്ദേഹം തന്റെ ഭാര്യ മേരുദേവിയോടൊപ്പം ഒരു പുത്രനെ ആഗ്രഹിച്ച് ഒരു യജ്ഞം നടത്തി. യാഗത്തിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു തന്നെ പ്രത്യക്ഷപ്പെട്ട് മഹാരാജ നബിക്ക് ഞാനിവിടെ പുത്രനായി ജനിക്കുമെന്ന് വരം നൽകി. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ മഹാവിഷ്ണു മഹാരാജ് ഒരു പുത്രന്റെ രൂപത്തിൽ ഒരു വരമായി ജനിച്ചു. പുത്രന്റെ അത്യധികം ഘടനാപരമായ ശരീരം, പ്രശസ്തി, എണ്ണ, ശക്തി, ഐശ്വര്യം, പ്രശസ്തി, ശക്തി, വീര്യം മുതലായവ കണ്ട് മഹാരാജ നബി അദ്ദേഹത്തിന് ഋഷഭ് ശ്രേഷ്ഠൻ എന്ന് പേരിട്ടു. 9. പൃഥു. ഹിന്ദുമതമനുസരിച്ച് അവൻ സംരക്ഷകനായ വിഷ്ണുവിന്റെ അവതാരമാണ്. അവനെ പൃഥു, പൃഥി, പൃഥ്വി വൈന്യ എന്നും വിളിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ പൃഥു വേനയുടെ മകൻ. പൃഥു ആദ്യ സമർപ്പിത രാജാവായി ആഘോഷിക്കപ്പെടുന്നു. അവനിൽ നിന്നാണ് ഭൂമിക്ക് അവളുടെ പേര് പൃഥ്വി ലഭിച്ചത്. പശുവിന്റെ രൂപത്തിൽ ഓടിപ്പോയ പൃഥ്വി എന്ന ഭൂദേവിയെ പിന്തുടരുന്ന ഐതിഹ്യവുമായി അദ്ദേഹം പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഒടുവിൽ അവളുടെ പാൽ ലോകത്തിന്റെ ധാന്യമായും സസ്യമായും നൽകാൻ സമ്മതിക്കുന്നു. ഇതിഹാസമായ മഹാഭാരതം, വിഷ്ണുപുരാണം, ഭാഗവത പുരാണങ്ങൾ എന്നിവ അദ്ദേഹത്തെ വിഷ്ണുവിന്റെ ഒരു ഭാഗമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ദൈവസേവനത്തിനായി തന്റെ ജീവിതം സമർപ്പിക്കുകയും മതത്തിന്റെ വഴികൾ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. അംഗ എന്ന പ്രജാപതി സുനിതയെ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന് വെയിൻ എന്നൊരു മകനുണ്ടായിരുന്നു. അവൻ ദൈവത്തിൽ വിശ്വസിക്കാൻ വിസമ്മതിക്കുകയും സ്വയം ആരാധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ മഹർഷി അദ്ദേഹത്തെ മന്ത്രപാത്രം കൊണ്ട് നിഗ്രഹിച്ചു. അപ്പോൾ മഹർഷി പുത്രനില്ലാത്ത രാജാവായ വേണിന്റെ കൈകൾ ചതിച്ചു. അവനിൽ നിന്ന് പൃഥു എന്ന മകൻ ജനിച്ചു. പൃഥുവിന്റെ വലതുകൈയിൽ വൃത്തത്തിലുള്ള താമരയും പാദങ്ങളും കണ്ട മുനിമാർ ശ്രീഹരിയുടെ അംശം തന്നെ പൃഥുവിന്റെ വേഷത്തിലിറങ്ങിയതായി പറഞ്ഞു. 10. ധന്വന്തരി. ഹിന്ദുമതത്തിലെ ദേവന്മാരുടെ വൈദ്യനാണ് ധന്വന്തരി. വിഷ്ണുവിന്റെ അവതാരമായാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. ആയുർവേദത്തിന്റെ ദേവനായി പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്നു. പുരാതന സംസ്കൃത കൃതിയായ വിഷ്ണുധരമോത്തര പ്രകാരം ധന്വന്തരി സുന്ദരനായ ഒരു വ്യക്തിയാണ്. സാധാരണയായി 4 കൈകളാൽ ചിത്രീകരിക്കപ്പെടണം. ചില ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തെ ശംഖ്, അമൃത, ഔഷധസസ്യങ്ങൾ, ആയുർവേദ ഗ്രന്ഥം എന്നിവ പിടിച്ചതായി വിവരിക്കുന്നു. ദേവന്മാരും അസുരന്മാരും ചേർന്ന് മന്ദാരപർവ്വതത്തെയും വാസുകി എന്ന സർപ്പത്തെയും ഉപയോഗിച്ച് സമുദ്രമണ്ഡനം നടത്തുന്നതിനിടയിൽ സമുദ്രമന്ഥനകാലത്ത് ധന്വന്തരി ക്ഷീരസമുദ്രത്തിൽ നിന്ന് ഉയർന്നുവന്ന് അമൃതപാത്രവുമായി പ്രത്യക്ഷപ്പെട്ടുവെന്ന് രാമായണത്തിലെയും ഭാഗവത പുരാണത്തിലെയും ബാലകാണ്ഡം പറയുന്നു. ഭൂമിയിൽ അവതാര സമയത്ത് അദ്ദേഹം കാശി രാജാവായി ഭരിച്ചു. ഇന്ന് പ്രാദേശികമായി വാരണാസി എന്നറിയപ്പെടുന്നു. വിഷ്ണുപുരാണത്തിൽ കാശിയിലെ ഒരു പുരാണ രാജാവായ ദിവോദാസിന്റെ മുതുമുത്തച്ഛനായാണ് ധന്വന്തരി അറിയപ്പെടുന്നത്. ധന്വന്തരി നിഘണ്ടു എന്ന ഗ്രന്ഥം ധന്വന്തരിയുടെ ഔഷധസസ്യങ്ങളെ പൂർണ്ണമായി വ്യക്തമാക്കുന്നു. അദ്ദേഹം ആരോഗ്യം ലഭിക്കുന്നതിനായി ആരാധിക്കപ്പെടുന്നു. ഔഷധങ്ങളുടെ യജമാനനായും അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. കഥയനുസരിച്ച് ദേവന്മാരും അസുരന്മാരും ചേർന്ന് സമുദ്രം കലക്കിയപ്പോൾ അതിൽ നിന്ന് ആദ്യത്തെ വിഷം പുറപ്പെട്ടു. അത് ശിവൻ ദഹിപ്പിച്ചു. അതിനുശേഷം ഉച്ചസ്രവ കുതിര,
ലക്ഷ്മീദേവി, ഐരാവത്ത് ആന, കൽപ്പവൃക്ഷം, അപ്സരസ് തുടങ്ങി നിരവധി രത്നങ്ങൾ സമുദ്രത്തിൽ നിന്ന് പുറപ്പെട്ടു. അവസാനം ധന്വന്തരി ഭഗവാൻ അമൃതമായി പ്രത്യക്ഷപ്പെട്ടു. 11. മോഹിനി. വിഷ്ണുവിന്റെ ഏക സ്ത്രീ അവതാരമാണ് മോഹിനി. സമുദ്രം കലക്കലിനുശേഷം ദേവന്മാരിൽ നിന്ന് ബലമായി എടുത്ത അമൃത് അവൾക്ക് കൈമാറാൻ അവൾ അസുരന്മാരെ കബളിപ്പിച്ചു. മഹാവിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള ദേവന്മാർ പ്രപഞ്ചത്തിലെ ശക്തിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ അസുരന്മാരിൽ നിന്ന് അമൃതിനെ അകറ്റി നിർത്താൻ തീരുമാനിച്ചു. മഹാവിഷ്ണു മോഹിനിയുടെ വേഷത്തിൽ അമൃത് കുടമെടുത്ത് ദേവന്മാർക്ക് വിതരണം ചെയ്യാൻ തുടങ്ങി. കൗശലക്കാരനായ ഒരു അസുരൻ സ്വർബാനു ദേവനായി വേഷമാടി അവരുടെ ഇടയിൽ ഇരുന്നു. മോഹിനി ദേവന്മാർക്ക് അമൃത് കൈമാറിയപ്പോൾ സ്വർബാനു തന്റെ പങ്ക് സ്വീകരിച്ച് പാനം ചെയ്തു. എന്നാൽ സൂര്യദേവനായ സൂര്യനും ചന്ദ്രദേവനായ ചന്ദ്രനും വഞ്ചന ശ്രദ്ധിക്കുകയും മോഹിനിയെ അറിയിക്കുകയും ചെയ്തു. ആ നിമിഷം ഭഗവാൻ വിഷ്ണു തന്റെ യഥാർത്ഥ രൂപത്തിൽ തന്റെ സുദർശന ചക്രം ഉപയോഗിച്ച് സ്വർബാനുവിന്റെ ശിരസ് വേർപെടുത്തി. പക്ഷേ അവൻ അമൃത് കഴിച്ചതിനാൽ സ്വർബാനു മരിച്ചില്ല. പകരം അവന്റെ തലയും ശരീരവും 2 അനശ്വര അസ്തിത്വങ്ങളായി രൂപാന്തരപ്പെട്ടു. തല രാഹു എന്നും ശരീരം കേതു എന്നും അറിയപ്പെട്ടു. മോഹിനി എന്ന പേര് വന്നത് മോഹ എന്ന ക്രിയാപദത്തിൽ നിന്നാണ്, അതായത് വഞ്ചിക്കുക, മോഹിപ്പിക്കുക, ആശയക്കുഴപ്പത്തിലാക്കുക, അല്ലെങ്കിൽ മിഥ്യാധാരണ. അക്ഷരാർത്ഥത്തിൽ വ്യാമോഹം, വ്യക്തിപരം എന്നാണ് അർത്ഥമാക്കുന്നത്. 12. ഹയഗ്രീവ. സംസ്കൃതത്തിൽ ഹയ എന്നാൽ കുതിര, ഗ്രീവ എന്നാൽ കഴുത്ത്. അതിനാൽ ഹയഗ്രീവ എന്നാൽ കുതിരയുടെ തലയുള്ളവൻ. ഇത് വിഷ്ണുവിന്റെ അവതാരമാണ്. ബ്രഹ്മാവിന്റെ അഭ്യർത്ഥനപ്രകാരം മധു, കൈതബ എന്നീ അസുരന്മാർ മോഷ്ടിച്ച വേദങ്ങൾ വീണ്ടെടുത്ത അദ്ദേഹം വെളിച്ചത്തിലേക്കും ജ്ഞാനത്തിലേക്കും തിരിച്ചുവരികയും ഇരുട്ടിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ദേവനായി ഹയഗ്രീവയെ ആരാധിക്കുന്നു. 13. വ്യാസൻ. ഹൈന്ദവ പുരാണമനുസരിച്ച് മഹർഷി വ്യാസൻ ഒരു ഋഷിയായിരുന്നു. പരാശരന്റെ പുത്രനായ ശുകദേവന്റെ പിതാവായ ശക്തിയുടെ പൗത്രനായ വസിഷ്ഠന്റെ ചെറുമകനായിരുന്നു അദ്ദേഹം. പുരാണ ഇതിഹാസങ്ങളായ മഹാഭാരതം, വേദാന്ത തത്വചിന്ത മുതലായവ സമാഹരിക്കുകയും എഡിറ്റ് ചെയ്യുകയും ഒടുവിൽ ഏകോപിപ്പിക്കുകയും ചെയ്തു. വേദങ്ങളെ ഹിന്ദുമതത്തിന്റെ ആദ്യകാല പ്രകടനങ്ങളായി അംഗീകരിച്ച വിജ്ഞാനാന്വേഷകനായിരുന്നു അദ്ദേഹം. പരാശരമുനി യമുനാ നദിയിൽ കടത്തുവള്ളത്തിൽ വെച്ച് സത്യവതിയെ കണ്ടുമുട്ടിയപ്പോൾ സത്യവതി ഗർഭിണിയായി. വ്യാസൻ പിന്നീട് യമുനയിലെ ഒരു ദ്വീപ് ജനിച്ചു. അതിനാൽ അദ്ദേഹത്തെ ദ്വൈപായനൻ എന്ന് വിളിച്ചു. ചർമ്മത്തിന്റെ നിറം കറുപ്പ് കൃഷ്ണൻ ആയിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് കൃഷ്ണദ്വൈപായനൻ എന്നായി. അദ്ദേഹം തപസ്സുകളിൽ അഗ്രഗണ്യനായി. വേദങ്ങളെ 4 വിഭജിച്ചു. അതുകൊണ്ടാണ് വേദവ്യാസമെന്നോ വ്യാസനെന്നോ അറിയപ്പെടുന്നത്. ജനിച്ചയുടനെ അമ്മയുടെ അനുവാദത്തോടെ അദ്ദേഹം തപസ്സിനായി പുറപ്പെട്ടു. വാദ്രികാശ്രമമായിരുന്നു അദ്ദേഹത്തിന്റെ തപസ്. ഇക്കാരണത്താൽ അദ്ദേഹം വദ്രായനൻ എന്നും അറിയപ്പെട്ടു. അദ്ദേഹം മഹാഭാരതം രചിക്കുകയും അതിലെ ഒരു കഥാപാത്രമായി സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു. പാണ്ഡുവിന്റെയും ധൃതരാഷ്ട്രരുടെയും പിതാവ്. 14. മത്സ്യാവതാർ. സത്യവ്രത രാജാവ് ഒരു ദിവസം ജലാഞ്ജലിയെ നദിയിൽ കുളിപ്പിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ചെറുമീൻ അവന്റെ അഞ്ജലിയുടെ അടുത്തേക്ക് വന്നു. കടലിൽ തിരികെ വെക്കാൻ അവൻ വിചാരിച്ചപ്പോൾ ആ മത്സ്യം പറഞ്ഞു, നിങ്ങൾ എന്നെ കടലിലിടരുത്, അല്ലെങ്കിൽ വലിയ മത്സ്യം എന്നെ തിന്നും. അപ്പോൾ സത്യവ്രത രാജാവ് മത്സ്യത്തെ തന്റെ കമണ്ഡലത്തിൽ സൂക്ഷിച്ചു. മത്സ്യം വലുതായപ്പോൾ രാജാവ് അതിനെ തടാകത്തിൽ സൂക്ഷിച്ചു. എന്നിട്ട് അത് കണ്ടപ്പോൾ മത്സ്യം വലുതായി. ഇതൊരു സാധാരണ ജീവിയല്ലെന്ന് രാജാവിന് മനസ്സിലായി. രാജാവ് മത്സ്യത്തോട് യഥാർത്ഥ രൂപത്തിൽ വരാൻ അപേക്ഷിച്ചു. രാജാവിന്റെ പ്രാർത്ഥന കേട്ട് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് ഇത് എന്റെ മത്സ്യകന്യകയാണെന്ന് പറഞ്ഞു. ദൈവം സത്യവ്രതനോട് പറഞ്ഞു, ഇന്നു മുതൽ 7 ദിവസത്തിനകം ദുരന്തമുണ്ടാകും. അപ്പോൾ എന്റെ പ്രചോദനവുമായി ഒരു വലിയ ബോട്ട് നിങ്ങളുടെ അടുക്കൽ വരും. സപ്തമുനിമാരുടെയും ഔഷധങ്ങളുടെയും വിത്തുകളുടെയും ജീവജാലങ്ങളുടെയും സൂക്ഷ്മശരീരമെടുത്ത് അതിലിരിക്കുക. നിങ്ങളുടെ ബോട്ട് ഇളകാൻ തുടങ്ങുമ്പോൾ ഞാൻ ഒരു മത്സ്യമായി നിങ്ങളുടെ അടുക്കൽ വരും. ആ സമയം നീ ആ ബോട്ടിനെ എന്റെ കൊമ്പുകൊണ്ട് വാസുകിനാഥ് കെട്ടുന്നു. പരബ്രഹ്മനാമത്തിൽ അറിയപ്പെടുന്ന എന്റെ മഹത്വം നിന്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തക്കവിധം ആ സമയത്ത് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം നൽകും. പിന്നെ സമയമായപ്പോൾ മത്സ്യപുരുഷൻ എന്ന പേരിൽ പ്രസിദ്ധനായ സത്യവ്രതൻ രാജാവിനോട് തത്വശാസ്ത്രം പ്രസംഗിച്ചു. 15. കൂർമ്മ അവതാർ. പരമശിവന്റെ അവതാരമായ അത്രി മഹർഷിയുടെ പുത്രൻ ദുർവാസാവ് മഹർഷിക്ക് ഒരിക്കൽ ദേവലോകത്തുവെച്ച് വിദ്യാധര സ്ത്രീകൾ ഒരു പാരിജാതമാല സമർപ്പിച്ചു. സന്യാസിയായ തനിക്ക് ദിവ്യഹാരത്തിന്റെ ആവശ്യമില്ലാത്തതിനാൽ അദ്ദേഹം മാല ഐരാവതത്തിന്റെ പുറത്തേറി വരുന്ന ദേവേന്ദ്രനു സ്നേഹപൂർവ്വം സമ്മാനിച്ചു. ദേവേന്ദ്രൻ പാരിജാത പുഷ്പമാല കിട്ടിയ സന്തോഷത്തിൽ അത് തലയിൽ ചൂടാനായി മാല ഐരാവതത്തിന്റെ മുകളിൽ വെച്ചു തലമുടി വൃത്തിയായി ഒതുക്കികെട്ടി തുടങ്ങി. അതിനോടകം പൂവിന്റെ വാസനയുടെ ഉറവിടം തേടി ധാരാളം വണ്ടുകൾ പാറുവന്നു ഐരാവതത്തിനു ചുറ്റും പറക്കാൻ തുടങ്ങി. വണ്ടുകളുടെ ശല്യം കൂടുവന്നപ്പോൾ ഐരാവതം പൂമാലയെടുത്ത് നിലത്തിട്ട് ചതച്ചുകളഞ്ഞു. ഇതു കണ്ട് കോപിഷ്ഠനായ ദുർവാസാവ് ദേവേന്ദ്രനെ ഉൾപ്പെടെ എല്ലാ ദേവന്മാരെയും ശപിച്ചു. ജരാനര ബാധിക്കട്ടെ എന്ന്. ശാപമോക്ഷത്തിനായി അപേക്ഷിക്കയാൽ പാലാഴി കടഞ്ഞ് അമൃതം കഴിച്ചാൽ ശാപമോക്ഷം കിട്ടുമെന്നും ഉപദേശിച്ചു. ത്രിമൂർത്തിമാരുടെ അനുഗ്രഹാശിസ്സുകളോടെ ദേവന്മാർ അസുരന്മാരെയും പാലാഴിമദനത്തിനു ക്ഷണിച്ചു.
കടക്കോലായി മന്ദരപർവ്വതത്തെയും കയറായി വാസുകി എന്ന നാഗശ്രേഷ്ഠനെയും നിശ്ചയിച്ചു. വാസുകിയുടെ തലഭാഗം അസുരന്മാരും വാൽഭാഗം ദേവന്മാരും പിടിച്ചുവലിക്കാൻ തുടങ്ങി. വലിയുടെ ശക്തിയിൽ മന്ദരപർവ്വതം താഴ്ന്നുപോയി. താഴ്ന്നുപോയ പർവ്വതത്തെ ഉയർത്താൻ വിഷ്ണു അവതാരം കൂർമ്മമായി അവതരിച്ചു. കൂർമാവതാരം മന്ദരപർവ്വതത്തെ യഥാസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. 16 വരാഹ അവതാരം. വിഷ്ണുവിന്റെ പകുതി മനുഷ്യനും പകുതി പന്നിയും അവതാരമാണ് വരാഹ. ഹിരണ്യാക്ഷ എന്ന അസുരൻ ഭൂദേവിയെ മോഷ്ടിച്ച് ആദിമജലത്തിൽ ഒളിപ്പിച്ചപ്പോൾ വരാഹൻ ഭൂമിദേവിയെ കോസ്മിക് സമുദ്രത്തിൽ നിന്നുയർത്തി അവളെ രക്ഷിക്കാൻ വിഷ്ണു വരാഹനായി അവതരിച്ചു. വരാഹൻ ഹിരണ്യാക്ഷനെ വധിക്കുകയും കോസ്മിക് സമുദ്രത്തിൽ നിന്ന് ഭൂമിദേവിയെ വീണ്ടെടുത്ത് തന്റെ കൊമ്പിൽ ഉയർത്തുകയും പ്രപഞ്ചത്തിൽ അവളുടെ സ്ഥാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. 17 നരസിംഹ. വിഷ്ണുവിന്റെ പകുതി സിംഹവും പകുതി മനുഷ്യനുമായ അവതാരമാണ് നരസിംഹം. അസുരരാജാവായ ഹിരണ്യകശ്യപിന്റെ ഭരണം അവസാനിപ്പിച്ച് ഭൂമിയിൽ സമാധാനവും ക്രമവും നീതിയും ധർമ്മത്തിന്റെ മറ്റു ഘടകങ്ങളും സ്ഥാപിക്കുന്നതിനാണ് അദ്ദേഹം ജനിച്ചത്. സിംഹത്തിന്റെ രൂപത്തിലും താഴത്തെ ഭാഗം ഒരു പുരുഷന്റെ രൂപത്തിലും ഉണ്ടായിരുന്നു. മഹാവിഷ്ണുവിന്റെ ഈ അവതാരത്തിൽ നരസിംഹൻ പ്രഹ്ലാദനെ തന്റെ പിതാവായ ഹിരണ്യകശിപുവിൽ നിന്ന് സംരക്ഷിച്ചു. ഒരു മനുഷ്യന് ഹിരണ്യകശിപുവിനെ കൊല്ലാൻ കഴിയില്ലെന്ന് ബ്രഹ്മാവ് അനുഗ്രഹിച്ചതിനാലാണ് വിഷ്ണുവിന് ഈ രൂപം ലഭിക്കേണ്ടി വന്നത്. 18 വാമനൻ. ആദിത്യരിൽ ഏറ്റവും ഇളയവൻ, അദിതിയുടെയും കശ്യപമുനിയുടെയും പുത്രൻ. ദൈത്യരാജാവായ മഹാബലിയിൽ നിന്ന് 3 ലോകങ്ങൾ തിരിച്ചുപിടിച്ച് പ്രപഞ്ചക്രമം പുനഃസ്ഥാപിക്കുന്നതിനും മഹാബലിയെ പാതാളത്തിലേക്ക് തള്ളിവിടുന്നതിനും വേണ്ടിയുള്ള കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വാമനൻ എന്നാൽ കുള്ളൻ, ചെറുത് അല്ലെങ്കിൽ ചെറുത് അല്ലെങ്കിൽ ഉയരം കുറഞ്ഞത് എന്നാണ് അർത്ഥമാക്കുന്നത്. കശ്യപന്റെയും ദിതിയുടെയും കൊച്ചുമകനായ അസുരന്മാരുടെ രാജാവായ ബാലി എന്ന ദൈത്യനാൽ ഇന്ദ്രനെ പരാജയപ്പെടുത്തിയ ശേഷം ദേവന്മാർ ആത്യന്തികമായി വിഷ്ണുവിൽ അഭയം തേടുന്നു. ഇന്ദ്രനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ സമ്മതിക്കുന്നു. അതിനായി വിഷ്ണു വാമനനായി അവതരിച്ചു. സമർപ്പിതനായ ബലി ആചാരപരമായ യാഗങ്ങൾ നടത്തുന്നു. അതിൽ ഒന്നിൽ 3 അടി ഭൂമി മാത്രം ആവശ്യപ്പെടുന്ന വാമനൻ പങ്കെടുക്കുന്നു. തന്റെ 3 ചുവടുകൾ കൊണ്ട് അളന്ന ഭൂമി ആവശ്യപ്പെട്ടു. ബാലി സമ്മതിച്ചപ്പോൾ അവൻ തന്റെ രൂപം ഒരു ചെറിയ കുള്ളനിൽ നിന്ന് ഒരു ഭീമനായി മാറ്റി. തൽഫലമായി അവൻ തന്റെ 2 ചുവടുകൾ കൊണ്ട് 3 ലോകങ്ങളെയും മറച്ചു. ആത്യന്തികമായി അവൻ ദേവതകൾക്കായി സ്വർഗം വീണ്ടെടുത്തു. 19 പരശുരാമൻ. ജമദഗ്നിയുടെയും രേണുകയുടെയും മകനായി ജനിച്ച ബ്രാഹ്മണനായ പരശുരാമൻ ഭൂമിയിൽ അതിശക്തമായ തിന്മ നിലനിന്നിരുന്ന സമയത്ത് പ്രത്യക്ഷപ്പെടുമെന്ന് പ്രവചിക്കപ്പെട്ടു. കൈയിൽ കോടാലിയുമായി സന്യാസിയായി ചിത്രീകരിച്ചിരിക്കുന്നു. തങ്ങളുടെ അധികാരങ്ങൾ ദുരുപയോഗം ചെയ്യുകയും മറ്റുള്ളവരുടെ ജീവിതം ദുസ്സഹമാക്കുകയും അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരികയും ചെയ്ത ദുഷ്ടരായ ക്ഷത്രിയരുടെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കാനാണ് അദ്ദേഹം ജനിച്ചത്. വിഷ്ണുവിന്റെ 10ാമത്തെയും അവസാനത്തെയും അവതാരമായ കൽക്കിയുടെ ഗുരുവായി കലിയുഗത്തിന്റെ അവസാനത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ചിരഞ്ജീവികളിൽ ഒരാളായാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. 20 രാമ. ഹിന്ദുധർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ശക്തവുമായ ദേവന്മാരിൽ ഒരാളും ഇതിഹാസമായ രാമായണത്തിലെ പ്രധാന കഥാപാത്രവുമാണ് ശ്രീരാമൻ. തന്റെ ഭീകരമായ ഭരണം അവസാനിപ്പിക്കാനും രാവണൻ തട്ടിക്കൊണ്ടുപോയ തന്റെ ഭാര്യ സീതയെ മോചിപ്പിക്കാനും ദുഷ്ടരാജാവായ രാവണനെ അവൻ കൊല്ലുന്നു. 21 ബലരാമൻ. ശ്രീകൃഷ്ണന്റെ മൂത്ത ജ്യേഷ്ഠനാണ് ബലരാമൻ. അതിയായ ബലത്തോടു കൂടിയവനും സർവരെയും ആകർഷിക്കുന്ന സ്വരൂപത്തോടു കൂടിയവനുമായതുകൊണ്ട് ബലരാമൻ എന്ന പേരുണ്ടായതെന്ന് പറയപ്പെടുന്നു. തന്റെ ശക്തിക്കും കലപ്പ ചുമക്കുന്നതിനും പേരുകേട്ട അദ്ദേഹം ഗദ ആയുധം പഠിപ്പിക്കുന്നതിൽ ദുര്യോധനന്റെയും ഭീമന്റെയും ഗുരുവുമായിരുന്നു. സ്വേച്ഛാധിപതിയായ ഒരു ഭരണാധികാരിയായ കൻസിയെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള നിരവധി സാഹസങ്ങൾ അദ്ദേഹം കൃഷ്ണനുമായി പങ്കിടുന്നു. 22 കൃഷ്ണ. കൃഷ്ണാവതാരം ദ്വാപരയുഗത്തിൽ നടന്നതായി പറയപ്പെടുന്നു. എല്ലാ 16 കലകളും അല്ലെങ്കിൽ തികഞ്ഞ ഗുണങ്ങളും ഉള്ള മഹാവിഷ്ണുവിന്റെ പൂർണ്ണ അവതാരമാണ് കൃഷ്ണൻ. അവൻ അനന്തമായ ചാരുതയ്ക്കും പുഞ്ചിരിക്കും സൗന്ദര്യത്തിനും പേരുകേട്ടതാണ്. മധുരയിലെ ആധുനിക ഉത്തർപ്രദേശിലെ ദുഷ്ടരാജാവായ കംസന്റെ സഹോദരിയായിരുന്ന വസുദേവയുടെയും ദേവകിയുടെയും മകനായി യാദവ വംശത്തിൽ കൃഷ്ണൻ ജനിച്ചതെങ്ങനെയെന്ന് വിവരിക്കുന്നു. ദേവകിയുടെ കുട്ടിയാൽ താൻ നശിപ്പിക്കപ്പെടുമെന്ന പ്രവചനം കേട്ട് കംസൻ അവളുടെ കുട്ടികളെ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ കൃഷ്ണനെ യമുനാ നദിക്ക് കുറുകെ ഗോകുലത്തിലേക്ക് കടത്തിക്കൊണ്ടുപോയി അവിടെ ഗോപാലന്മാരുടെ നേതാവായ നന്ദയും ഭാര്യ യശോദയും വളർത്തി. കുസൃതി നിറഞ്ഞ കുസൃതികൾക്ക് കുട്ടി കൃഷ്ണ ആരാധ്യനായിരുന്നു. അവൻ പല അദ്ഭുതങ്ങളും ഭൂതങ്ങളെ കൊല്ലുകയും ചെയ്തു. ചെറുപ്പത്തിൽ ഗോപാലകനായ കൃഷ്ണൻ ഒരു കാമുകനായി പ്രശസ്തനായി. അവന്റെ ഓടക്കുഴലിന്റെ ശബ്ദം ഗോപികമാരെ ചന്ദ്രപ്രകാശത്തിൽ അവനോടൊപ്പം ആനന്ദത്തോടെ നൃത്തം ചെയ്യാൻ അവരുടെ വീടുകൾ വിടാൻ പ്രേരിപ്പിച്ചു. അവരിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് സുന്ദരിയായ രാധയായിരുന്നു. കൃഷ്ണനും സഹോദരൻ ബലരാമനും ദുഷ്ടനായ കംസനെ വധിക്കാൻ മധുരയിലേക്ക് മടങ്ങി. പിന്നീട് രാജ്യം സുരക്ഷിതമല്ലെന്ന് കണ്ടെത്തിയ കൃഷ്ണൻ യാദവരെ കത്തിയവാറിന്റെ പടിഞ്ഞാറൻ തീരത്തേക്ക് നയിക്കുകയും ദ്വാരകയിൽ തന്റെ കൊട്ടാരം സ്ഥാപിക്കുകയും ചെയ്തു. അദ്ദേഹം രുക്മിണി രാജകുമാരിയെ വിവാഹം കഴിച്ചു. മറ്റു ഭാര്യമാരെയും സ്വീകരിച്ചു. കൗരവരും കുരുവിന്റെ പിൻഗാമികളായ ധൃതരാഷ്ട്രരുടെ പുത്രന്മാർ
പാണ്ഡവരും പാണ്ഡുവിന്റെ പുത്രന്മാർ തമ്മിലുള്ള മഹായുദ്ധത്തിൽ ആയുധം വഹിക്കാൻ കൃഷ്ണൻ വിസമ്മതിച്ചു. എന്നാൽ ഒരു വശത്ത് തന്റെ വ്യക്തിപരമായ ഹാജരും മറുവശത്ത് തന്റെ സൈന്യത്തിന്റെ വായുവയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. പാണ്ഡവർ ആദ്യത്തേത് തിരഞ്ഞെടുത്തു. അങ്ങനെ കൃഷ്ണൻ പാണ്ഡവ സഹോദരന്മാരിൽ ഒരാളായ അർജുനന്റെ സാരഥിയായി സേവനമനുഷ്ഠിച്ചു. കൃഷ്ണന്റെ അവതാരം പൂർണ്ണാവതാരം ആയി കണക്കാക്കപ്പെടുന്നു. ദൈവിക ഗുണങ്ങൾ പൂർണ്ണമായി പ്രകടമാകുന്ന അവതാരമാണ്. വൈഷ്ണവ മതവിശ്വാസികൾ വിഷ്ണുവിന്റെ ഭക്തർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന അവതാരമാണ് ശ്രീകൃഷ്ണൻ. 23 ബുദ്ധൻ. സിദ്ധാർത്ഥ ഗൗതം എന്ന പേരിൽ ലുംബിനിയിൽ ജനിച്ച ബുദ്ധൻ പിന്നീട് ഗൗതം ബുദ്ധൻ എന്നറിയപ്പെട്ടു. തന്റെ കുടുംബവും എല്ലാ ഭൗതിക സമ്പത്തും ഉപേക്ഷിച്ച് പ്രബുദ്ധത തേടി. അദ്ദേഹം ബുദ്ധമതം സ്ഥാപിക്കുകയും എല്ലാത്തരം കഷ്ടപ്പാടുകളും ശ്രേഷ്ഠമായ 8 വഴികളിലൂടെ അവസാനിപ്പിക്കാനുള്ള വഴികൾ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. 24 കൽക്കി. ഇനിയും ജനിക്കാനിരിക്കുന്ന വിഷ്ണുവിന്റെ ഒരേയൊരു അവതാരമാണ് കൽക്കി. കാളി എന്ന രാക്ഷസനെ തോൽപ്പിച്ച് അവൻ എല്ലാ തിന്മയും അവസാനിപ്പിക്കുമെന്നും ഒന്നായി രൂപപ്പെടുത്തിയ പുതിയ ഘടകങ്ങൾ ആരംഭിക്കുമെന്നും പറയപ്പെടുന്നു. സത്യയുഗത്തിലോ കൽക്കിയുഗത്തിലോ സഞ്ചരിക്കുന്ന ഒരു യോദ്ധാവായിട്ടാണ് കൽക്കിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. കൽക്കി അവതാരം ഭൂമിയിൽ സത്യയുഗം വീണ്ടും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. രൂപത്തിലോ സമയത്തിലോ വ്യത്യാസമുണ്ടെങ്കിലും അവന്റെ എല്ലാ അവതാരങ്ങൾക്കും ഒരു പൊതുലക്ഷ്യമുണ്ടായിരുന്നു. അതായത് എല്ലാ തിന്മകളും അവസാനിപ്പിച്ച് മോക്ഷത്തിലേക്കുള്ള പാതയായ ധർമ്മം പുനഃസ്ഥാപിക്കുക. അതുകൊണ്ടാണ് മഹാവിഷ്ണുവിനെ പ്രപഞ്ചത്തിന്റെ സംരക്ഷകനും എന്ന് വിളിക്കുന്നത്.